ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേദേനെ പിടിച്ച് വലിച്ച് വിക്രം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന മാഷ് പറയുന്നുണ്ട്, വിടടാ കുട്ടിയുടെ കയ്യിൽ നിന്ന് വിടടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷിന് തക്ക മറുപടി പോലെ മുഖത്തടിച്ച പോലെ വിക്രം തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവളിനി ഈ വീട്ടിൽ നിൽക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും മാഷിന് ആകെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ. സ്വന്തം മകൻ തന്നോട് മുഖത്തടിച്ച പോലെ ധിക്കരിച്ച പോലെ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ അത് മാഷിന് ഭയങ്കര ഫീൽ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദേനെ പിടിച്ചു വലിച്ച് വിക്രം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നാലെ ശ്രീചേട്ടത്തി നന്ദിനിയെടുത്തി ഒക്കെ വരുന്നുണ്ട്, വിനായകനൊക്കെ വരുന്നുണ്ട് കേട്ടോ. കമലയും പുറത്തേക്ക് വരുന്നുണ്ട്, വാതിലടച്ചിരുന്ന കമലയും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ഉന്തി തള്ളിയിട്ടിട്ട് വേദയോട് പറയുന്നുണ്ട്, ഇനി നിന്നെ താങ്ങി നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിനക്ക് പോവാന്ന് പറയാൻ കേട്ടോ, ഇറങ്ങി പോയിക്കോളാൻ പറയാൻ കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, എന്താ വിക്രം എന്ത് പറ്റിയെന്ന് പറയാൻ കേട്ടോ. എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തല്ലിപ്പിരിക്കാൻ ശ്രമിക്കുകയാണോ നീ എന്ത് ധൈര്യത്തിലാണ് ശ്രീനിസാറിന്റെ വീട്ടിൽ പോയി അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാനുള്ള ആളല്ലല്ലോ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഭർത്താവിനെ നല്ല രീതിക്ക് നടത്തുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതിന് വേണ്ടിയിട്ടുള്ളതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ വിക്രത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്ത് പറഞ്ഞൂന്ന്, എന്നെയും ശ്രീനിസാറിനെയും തല്ലിപ്പിരിക്കുന്നു വെല്ലുവിളിച്ചിട്ടല്ലേടി നീ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേദിന്റെ തല്ലാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആരും തല്ലിപ്പിരിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നല്ല രീതിക്ക് മാത്രമാണ് നിങ്ങളെ വിട്ടു തരാൻ ശ്രീനിവാസൻ സാറിനോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക അയാളെ വെല്ലുവിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. കാര്യം അറിയാതെ വിക്രം ഇങ്ങനെ കലി തുള്ളി വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിനോട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ, നീ എന്ത് ധൈര്യത്തിൽ ഇങ്ങനെ കടന്ന് തുള്ളുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ കഴുത്തിൽ കെട്ടി താലിയുടെ ബലത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത്. നിങ്ങളെ നല്ല രീതിക്ക് നടത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അതാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. ഓ, ഈ താലിയുടെ ബലത്തിലല്ലേ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്. ഇതാണ് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരില്ലേ. ഇനി ഈ താലി നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് താലിയമ്മ കയറി പിടിക്കാൻ കേട്ടോ വിക്രം. അപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ കമലയൊക്കെ നല്ല ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിട് വിക്രം, കളിയല്ല തമാശയല്ല, താലിന്ന് വിടുന്ന് പറയാൻ കേട്ടോ. ഈ വിക്രം പിടി വിടുന്നില്ല. വിക്രം അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്രയും ദേഷ്യം വന്നിട്ടാണ് വിക്രം അത് ചെയ്യുന്നത് കേട്ടോ. വിക്രം താലി പൊട്ടിച്ചെറിയാൻ വേണ്ടി താലിമ പിടിയും വലിയും കൂടുന്ന സമയത്ത് പെട്ടെന്ന് വിക്രത്തിൻ്റെ കാരണത്തേക്ക് ഒരു അടി കിട്ടുകയാണ് കേട്ടോ. അത് ശ്രീനിവാസനായിരിക്കും. കാരണം ശ്രീനിവാസനും ശ്രീനിവാസൻ്റെ ഭാര്യയും കൂടി എന്താണ് പിന്നെ ഇവിടെ ഉണ്ടാവുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. വിക്രം തെറ്റൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് വേദന ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഇറക്കി വിടുകയൊന്നും ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് അവരെത്തുമ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ് കേട്ടോ. എന്നിട്ട് വിക്രം, സർ ഇതിന് എന്നെ വിക്രം ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആ തല്ലി കിട്ടുമ്പോൾ വിക്രം ആകെ ഷോക്കാവുന്നുണ്ട്. നീ എന്താ ഇപ്പോൾ ഈ കാണിച്ചത്? ഈ താലിയുടെ മഹത്വം നിനക്കറിയൂ? ഈ താലി എത്രമാത്രം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ താലിക്ക് എന്തൊക്കെ മഹത്വങ്ങളുണ്ട് എന്നുള്ളത് നിനക്കറിയൂ? നീ എന്ത് കണ്ടിട്ടാണ് അത് പൊട്ടിച്ചെറിയാൻ നോക്കിയത്? ഈ ഒരു താലിയുടെ ബലത്തിലല്ലേ ഈ കുട്ടി ഇവിടെ താമസിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, സാറിനോട് ഇവൾ എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ചു? അത് ഈ താലിയുടെ ബലത്തിലല്ലേ. എൻ്റെ ഭാര്യ എന്നുള്ളൊരു അധികാരം വെച്ചിട്ടല്ലേ അവൾ സാറിനോട് അതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് ആ അധികാരം ഇനി വേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്ത് സംസാരിച്ചു എന്ന്. നിന്നെ നല്ലൊരു ജോലി ചെയ്ത് നല്ല രീതിയിൽ കാണാൻ അവൾക്കും ഈ കുടുംബത്തിലുള്ളവർക്കും ആഗ്രഹമുണ്ട്. ആ കാര്യമേ നല്ല രീതിക്ക് വേദ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്നോട് തർക്കിക്കുകയോ കയർക്കുകയോ വെല്ലുവിളിക്കുകയോ ഒന്നും വേദ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. സാർ എന്നോട് നുണ പറയണ്ടെന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വേദ എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്നോട് പറയാൻ മാത്രം വേദ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നല്ല രീതിക്ക് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് വിക്രം. അല്ലാതെ വേദ മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല. നല്ല പഠിപ്പും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ വേദ. അവൾ അങ്ങനെ മോശമായിട്ട് എന്നോട് പെരുമാറുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നല്ല രീതിക്ക് അവൾക്ക് തോന്നിയൊരു കാര്യം എന്നോട് അവതരിപ്പിച്ചു. അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കലല്ലോ ചെയ്തത്. അവളുടെ തോന്നലുകളും അവളുടെ ചിന്തകളുമാണ് അവൾ എന്നോട് പറഞ്ഞത്. അതിന് നീ ഇങ്ങനെ കാര്യം അറിയാണ്ട് ആ കുട്ടീനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, താലി പൊട്ടിച്ചെറിയുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ വിക്രം എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും പറയാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ വേദയ്ക്ക് തോന്നിയത് ഇതൊക്കെ ശ്രീനിവാസിന്റെ ഒരു ഡ്രാമയാണ്. ശ്രീനിവാസൻ നല്ല ആളാണ്, അല്ലെങ്കിൽ വിക്രത്തിന് ശ്രീനിവാസൻ സാറ് നല്ലത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് അയാള് തന്നെ വിക്രത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ദേഷ്യം പിടിപ്പിച്ച് വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു രക്ഷകനായിട്ട് ശ്രീനിവാസൻ അവതരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് പിന്നീട് വേദ മറുപടി കൊടുക്കുക കേട്ടോ. വേദ പറയുന്നുണ്ട്, നന്നായി സാർ, എൻ്റെ താലി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം സാറ് വന്നതിന് ഒരുപാട് നന്ദി. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഡ്രാമയൊക്കെ കളിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത് നിങ്ങൾ ധരിക്കേണ്ട. ചിലപ്പോൾ വിക്രം നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടാവും. ഇതൊക്കെ വിക്രത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു രക്ഷകനെ പോലെ ഇവിടെ അവതരിച്ചതിൽ വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടി മതി, നിന്റെ നാവടക്ക്, എന്തൊക്കെ നീ പറയുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, വേണ്ട വിക്രം. എന്നിട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് കേട്ടോ, വേദേ നീ എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിക്രത്തിനോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വിക്രം ആര് പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല, അത് അവനോട് തന്നെ ചോദിക്കണം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നത് നിന്നോട് വിക്രത്തിൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടും നിന്നോട് വിക്രം അങ്ങനെ ദേഷ്യത്തിൽ എന്തെങ്കിലും പെരുമാറുന്ന രീതി നല്ല രീതി ആവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യേനെയും കൂട്ടി ഇവിടേക്ക് ഇതുവരെ വന്നത്. ഞാൻ വിക്രത്തിന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം നശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ വിക്രത്തിൻ്റെതായ വഴി സ്വീകരിക്കാം. അത് ഞാൻ എന്നോ വിക്രത്തിനോട് പറഞ്ഞതാണ്. ഞാൻ അവനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വിക്രം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ വിക്രത്തിന് ഇങ്ങനെ മതി എന്ന് വിചാരിച്ച് അവനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണിത്. അല്ലാതെ ഞാൻ അവനെ ഒരിക്കലും പ്രഷർ ചെയ്തിട്ടില്ല എൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണമെന്നൊന്നും ഞാൻ അവനെ ഇതുവരെ പ്രഷർ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കാം. അല്ലാണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ പോവുകയാണ്. ശ്രീനിവാസൻ്റെ കൂടെ ശ്രീനിവാസൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, അവർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേദയോട് വിക്രം പറയുന്നുണ്ട്, നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് വേദ. ഞാൻ ശ്രീനിവാസൻ സാറുമായിട്ട് എന്ത് രീതിയിലുള്ള ബന്ധമാണെന്നുള്ളത് നിനക്കറിയില്ല. അതിന് നീ അളക്കാനും നോക്കണ്ട. ഞാനിനി ഏത് കാലത്തും ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വെറുതെ നീ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം പോവുകയാണ് കേട്ടോ. പക്ഷെ വേദയ്ക്ക് എല്ലാം കൂടി ആകെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ. ശ്രീനിവാസനെ കാണാൻ പോയത് വിക്രം ഇങ്ങനെ ഒരു വലിയ പ്രശ്നമാക്കിയിട്ട് എടുക്കുമെന്നും തൻ്റെ താലിമാലയ്ക്ക് അത്ര പോലും വില വിക്രം കൊടുക്കുന്നില്ല, എന്നെ ഒരു ഭാര്യയായിട്ട് വിക്രം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഇഷ്ടമൊക്കെ പോയി എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ വേദയായിട്ട് തന്നെ വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന, അല്ലെങ്കിൽ വീട് ഉപേക്ഷിച്ച് പോകുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്